അവിടെ പോയിരിക്കുക. പോകുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? രാഘവേട്ട, രാഘവേട്ടൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ആദ്യം പിടിച്ച് വല്ല അസുഖം വരുത്തി വെച്ചേക്കരുത്. പോയവരൊക്കെ പോയി എന്നങ്ങ് വിചാരിക്കേ. നിന്റെ മനസ്സെന്താ ഭാമയും? കല്ലുണ്ടാന്ന് ഉണ്ടാക്കിയേക്കുന്നേ? ഒന്നുമില്ലല്ലോ, അവള് കുറെ നാള് വച്ചോളം തന്നല്ലേ. അതിനെ അവൾ ഇവിടുന്ന് നല്ലോണം ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ കണക്കിലങ്ങ് പെടുത്തിക്കോളാം. കഷ്ടം. ഇത്രയ്ക്കൊന്നും അതപ്പതിക്കാൻ പാടില്ല ഭാമേ. നീ ഒരു സ്ത്രീയല്ലേ? ഈ രാത്രിയെ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയെ തെരുവിലൂടെ പെട്ടുകിടക്കുക. പെട്ടുകിടക്കുന്നല്ലോ, അഹങ്കാരം കൊണ്ട് സ്വയം പോയി ചാടിക്കൊടുത്തല്ലേ. പോയൊരു നേരം വിളിക്കുമ്പോ വന്നോളൂന്നേ. അതിനിടയിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയാണെങ്കിൽ അത് അവളുടെ വിധിയാണെന്നങ്ങ് കരുതിക്കും. നീ നന്നാവില്ല ഭാമേ, ഒരു കാലത്തും നന്നാവൂല. കാരണേ നിന്റെ മനസ്സിപ്പോഴേ കാലത്തിനൊത്ത് വളർന്നിട്ടില്ല. ആ പഴയ അമ്മായിമ്മ പോരുടെ കാലത്ത് ഇപ്പോഴും നീ നിൽക്കുന്നതേ. ആ ചിന്തയും ഭാവവും ഒക്കെ എന്നും നിന്റെ മനസ്സിൽ നിന്ന് പോന്നോ അന്നേ നീ നല്ല രീതിയിൽ ചിന്തിക്കത്തുള്ളൂ. മോളെ നിക്ക് മോളെ. അമ്മ എന്താ അച്ഛാ വരാത്തെ? അച്ഛാ എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടന്നാ മതി. എന്നെ പൊന്നിയാന്റെ ഉറക്കണ്ട. മോളെ മോളെ ഇന്ന് പൊന്നിയാന്റെ ഉറക്കട്ടെ, നാളെ അമ്മയുടെ ഉറങ്ങാം. ഇല്ല, പറ്റില്ല. എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടന്നാ മതി. അമ്മ എന്താ വരാത്തെ? എനിക്കിവിടെ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണം. ഒരമ്മയും മോളും നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയതാ നിന്റെ അമ്മ. എവിടെ പോയെന്ന് പോലും അറിയില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ചത്തു പണ്ടാരം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നീ ഉറങ്ങത്തില്ലേ? മര്യാദയ്ക്ക് പോയി ഉറങ്ങുവച്ചേ. പൊന്നി, ഇതിനെ വിളിച്ചോണ്ട് പോ. മോള് വാ, എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കാൻ നോക്ക്. എന്താ പറഞ്ഞ കേക്കില്ലേ? ഭാമേ, ഇത്തിരി ഇല്ലാത്ത കൊച്ചിനോട് പോലും നീ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലേ നിന്റെ മാനസികാവസ്ഥയ്ക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട്. നീയേ എത്രയും വേഗം ഒരു ഡോക്ടറെ കാണുക വേണ്ടുന്നത്. ഇല്ലെങ്കിലേ ഇത് വേറെന്തെങ്കിലും മാറും. എന്താന്നങ്ങ് തെളിച്ചു പറ. അങ്ങ് തെളിച്ചു പറ എനിക്ക് ഭ്രാന്താണെന്ന്. കുട്ടിയും കുടുംബം എല്ലാം ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ പിന്നെ ഭ്രാന്തല്ലാതെ എനിക്ക് എന്താ വരിക? അതിനിടയിലോ അവളുടെ ഒരു വീട് വിട്ടു പോക്ക്. എവിടെയെങ്കിലും പോയി കിടന്നോണം. ഒറ്റ എണ്ണത്തിന്റെ ഒച്ച ഇവിടെ കേട്ടേക്കരുത്. ഇവളെ വിളിച്ചോണ്ട് പോടി. വാ മോളെ, വെറുതെ ആന്റിയെ കൂടെ വഴക്ക് കേൾപ്പിക്കാതെ. അപ്പൊ അമ്മ ഇന്ന് വരില്ലേ പൊന്നിയാന്റി? എനിക്ക് അമ്മയെ കാണണം. മോളിങ്ങി വന്നേ, ആന്റി പറയട്ടെ. എനിക്ക് അമ്മയെ കാണണം. കരയാതെ എനിക്ക് എന്റെ അമ്മയെ കാണണം. കരയില്ലേ മോളെ? ഏതെങ്കിലും ഒരു വീട് കണ്ടുപിടിച്ച് എങ്ങനെ ഈ കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റുന്നു വിചാരിച്ച് തല പുകച്ചിരിക്കുമ്പോഴാ ഓരോ കുഴപ്പങ്ങൾ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മോനെ, എന്താടാ ശ്യാമ കണ്ടായിരുന്നോ? പറഞ്ഞു കൊടുക്കടാ. അറിയാഞ്ഞിട്ടേ പേറ്റ് നോവ് എടുത്തിരിക്കുന്ന ഗർഭിണിയേക്കാൾ കഷ്ടം നിന്റെ അച്ഛന്റെ അവസ്ഥ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നോ പറഞ്ഞൊന്ന് ധരിപ്പിക്കേ. അങ്ങേര് സ്വസ്ഥമായിട്ട് കടന്നൊന്ന് ഉറങ്ങട്ടെ. എന്റെ അമ്മ ഒന്ന് നിർത്തിയത്. ഈ വഴക്കും ബഹളം ഉണ്ടാക്കിയിട്ട് പരസ്പരം പോരിടേണ്ട സമയമാണോ ഇത്? ചിന്തിക്കാനും പരിഹാരം ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇല്ലേ? കുടുംബം വരെ പോയ അവസ്ഥയിൽ നിൽക്കുക. എന്നിട്ട് തമ്മിത്തല്ലിന് ഒരു കുറവുമില്ല. എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിക്കാൻ. ഇപ്പൊ ഞാൻ ഒച്ച എടുക്കുന്നതാണോ കുഴപ്പം? ഇതുപോലെ ഇറങ്ങിപ്പോയി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? നീ ചുമ്മാ അവള് പറയുന്നത് കേട്ടോണ്ടിരിക്കാതെ ഞാൻ ചോദിച്ചാൽ മറുപടി പറ. ശ്യാമയെ കണ്ടോ? അച്ഛാ, ശ്യാമ ശാരദാമ്മ അവിടെ എത്തിയിട്ടുണ്ട്. അത് മതി, എവിടെങ്കിലും എത്തിയിട്ടുണ്ടല്ലോ. അവൾക്ക് ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നടന്നാ മതിയല്ലോ. ആ പപ്പ ഇവിടെ കിടന്ന് കീറി വിളിക്കുന്നുണ്ടായിരുന്നു അവളുടെ അമ്മയുടെ കൂടെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അതൊന്നും ആലോചിക്കാതെ നടക്കാം അവള് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. ചട്ടകം പഴിപ്പിച്ച് വെക്കാത്തതിന്റെ സൂക്കേട് അവൾക്ക്. അതെങ്ങനെയാ?
നിയന്ത്രിക്കേണ്ടവൻ വേറെ എവിടെ പോയി കിടക്കല്ലേ? പിന്നെ ഇവളിങ്ങനെ പോയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്റെ അമ്മേ, ഈ പോക്ക് ഒരു പോക്കായിരുന്നെങ്കിൽ ശല്യം കിട്ടിയാനെ. എന്താ ഇതിപ്പോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നാളെ ഇങ്ങോട്ട് കയറി വരും. നാശം. ഭാമേ, നീ നടന്നു. നിന്റെ നാവിന് റെസ്റ്റ് കൊടുക്ക, ഒരു സ്വസ്ഥത കിട്ടട്ടെ. ഡാ മോനെ, പപ്പി മോളെ, അവളുടെ അമ്മയെ കാണാതെ കരഞ്ഞു തളർന്നിരിക്കുക. നീ അവളെ കൊണ്ട് ശ്യാമ എടുത്താൽ. ഇനി ഇവിടെ ചുമ്മാതെ ഇവിടെ പാതിരാത്രിയോടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കരഞ്ഞു വിളിച്ചേ എന്തെങ്കിലും അസുഖം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതിനോട് നോക്കണം. ആ ചെല്ലടാ, കൊണ്ടുപോയി ആക്ക്. നിനക്കിങ്ങനെ തെക്ക് വടക്ക് കറങ്ങുന്ന ജോലിയല്ലേ ഉള്ളൂ. നീ പോട്ടു പപ്പി മോളെ, പപ്പി മോളെ. എന്താ അച്ഛാ? മോളിങ്ങി വന്നേ. അമ്മ വന്നില്ലേ വിഷ്ണു അച്ഛാ? മോളിങ്ങി വന്നേ, വാങ്ങിയോട്ട്. എന്താ അച്ഛാ? അമ്മേ ശാരദാമ്മയുടെ വീട്ടിലുണ്ട്. ആണോ? ആ മോളെ, വിഷ്ണു അച്ഛനോട് ചെല്ല്, അമ്മയുടെ അടുത്താക്കി തരും. ആ എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവോ വിഷ്ണു അച്ഛാ? നമുക്ക് പോവാം. ഡാ വിഷ്ണു, ദേ പോകുന്നതൊക്കെ കൊള്ളാം. പടിക്കൽ ഇറക്കി വിട്ടിട്ട് ഇങ്ങ് വന്നേക്കണം. നീ എങ്ങനെ അകത്തേക്ക് കേറിന്ന് ഞാൻ അറിഞ്ഞ, വരാൻ താമസിച്ച ഞാനങ്ങ് എത്തും. ആ നീ എല്ലാം കൂടിയിട്ട് എന്റെ മെക്കെട്ട് കയറ്. അമ്മയ്ക്ക് ആരെങ്കിലും മതിയല്ലോ. വാ വിഷ്ണു അച്ഛാ, നമുക്ക് നീ ഇത് പോവാം. കേട്ടോട്ട് പോവാൻ നോക്കടാ. ഓ വെറുതെ മനുഷ്യരെ ഭ്രാന്താക്കാൻ. ഓ ഇപ്പൊ സമാധാനായല്ലോ. ആ ഇനി അതും ആലോചിച്ചോണ്ട് അസുഖം വരുത്തി വെച്ചേക്കരുത്. ഓ ഡീ, നീ എന്ത് കാഴ്ച കണ്ടോണ്ട് നിൽക്കുവാടി? കയറിപ്പൊടി. ഇനി എല്ലാരും വെക്കിട്ട് കയറ്. ആ ആ ഒരു പണിയില്ല. ആ ചെല്ല് ചെല്ല്. ഉടനെ അങ്ങോട്ട് ഓടി. ഇനി അവനെ കൂട്ടിക്കൊണ്ട് വരാൻ ഇവിടുന്ന് ആള് പോണ്ടി വരുമായിരിക്കും. എന്താ വിഷ്ണു അച്ഛാ അമ്മയ്ക്ക് പറ്റിയത്? ഏയ് ഒന്നുമില്ല. പിന്നെന്താ അമ്മ ഇങ്ങോട്ട് വരാത്തത്? അമ്മ വരും, നമ്മളിപ്പോ അങ്ങോട്ടല്ലേ പോകുന്നേ. സത്യം ചേച്ചിയമ്മയും എല്ലാരും കൂടി ഇന്ന് നല്ല രസായിരിക്കും അല്ലേ വിഷ്ണു അച്ഛാ? വിഷ്ണു അച്ഛനും ഇന്ന് അവിടെ നിൽക്കോ എന്റെ സത്യയുടെയും കൂടെ? വേണ്ട മോളെ, സത്യമ്മ പറഞ്ഞ മോള് കേട്ടില്ലേ? മോളെ അവിടെ ആക്കിയിട്ട് വിഷ്ണു അച്ഛങ്ങോട്ട് പോരും. നല്ല കുട്ടിയായിട്ട് അവിടെ നിൽക്കണം കേട്ടോ. ഇതെങ്ങനെ ഇപ്പം തുടങ്ങിയതാണോ, അതോ നിങ്ങൾക്ക് തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് പാവൻ രോഗത്തിനെ അറിഞ്ഞുകൊണ്ട് ബലിയാടാക്കിയതാണോ? ഇനിയിപ്പോ എങ്ങോട്ടാ? പാർക്കിലേക്കോ ബീച്ചിലേക്കോ അതോ ഏതെങ്കിലും ടൂറിസ്റ്റ് ഹോമിലേക്കോ? നല്ല പുളിയുള്ള മാങ്ങാ ചമ്മന്തിയും ചൂട് കഞ്ഞി അങ്ങോട്ട് കുടിക്കുമ്പോഴെല്ലാം ക്ഷീണവും മാറും. മോളെ ഇതങ്ങ് കുടിക്കേ, ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. അത് ശരി, കഞ്ഞി കുടിക്കാതെ ഇവിടെ ഇരുന്ന് കരയാനാണോ പുറപ്പാട്? ആ,
ഇങ്ങനെ കഴിഞ്ഞതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടാ ഈ സങ്കടം വരുന്നേ. നോക്ക്, അത് വിട്, കഴിഞ്ഞത് കഴിഞ്ഞു. ദേ, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാ ഞങ്ങൾക്ക് സങ്കടം വരുവേ. അങ്ങനെ കൂട്ടത്തോടെ സങ്കടപ്പെട്ടിരിക്കാനാണെങ്കിൽ പിന്നെ അതിനെ നേരം കാണൂ. മനുഷ്യന് ബുദ്ധിയും വിവേകവും തന്നിരിക്കണ എന്തിനാണെന്നോ? ആവശ്യമുള്ളത് മാത്രം ഓർമ്മയെ സൂക്ഷിക്കാനും അല്ലാത്തത് മറക്കാനും. അത് കൃത്യമായി നോക്കുന്നവർക്കേ ഒരു സങ്കടവും ഉണ്ടാവില്ല. ക്ഷമേ, സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമേ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കാര്യങ്ങൾ മനസ്സിലാക്കിയ രോഹിത്തിന് തോന്നും നിന്റെ കയ്യിൽ തെറ്റൊന്നുമില്ല, ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ചു പോയതാണെന്ന്. പിന്നെ ഞാനിന്ന് ചില്ലറ ഓട്ടോ ഒന്നും അല്ല ഓടിയത്. എത്ര പേരോടാ ചോദിച്ച? കളക്ടർ ഔദ്യോഗിക കാറും ഉപയോഗിച്ച് അനിയത്തിയെ തിരക്കി നടക്കുന്നതിന്റെ ഒരു ഫോട്ടോ മാത്രം ഇട്ടാ മതി. ആരോടൊക്കെ ഈ കുഞ്ഞേച്ചി സമാധാനം പറയേണ്ടി വരുമെന്നറിയോ? അതുകൊണ്ട് ദയവേത് ഇങ്ങനെയുള്ള സാഹസം ഒന്നും കാണിക്കരുത്. അതെ, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വരാൻ കാത്തിരിക്കുക എല്ലാരും. അതുകൊണ്ട് ഇമാതിരി പ്രവൃത്തികളൊക്കെ ഇന്നത്തോടെ നിർത്തിക്കണം. ഇത് പിടിച്ചേ, മോളിത് കഴിക്ക്. അമ്മ അവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. ആ ദേ, ഇത് മുഴുവൻ കുടിച്ച് മോള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറും. ആ, മോളിത് അവിടെ വയ്ക്ക്. ഡീ സത്യം ദേ, കണ്ടില്ലല്ലോ. ആ, മുറിയിൽ കാണും അമ്മ. ഹോംവർക്ക് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കണ്ടേനെ. ആ, കാര്യങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇനി ഇതുപോലെ ഞങ്ങളെ പേടിപ്പിക്കരുത്. നിനക്കെന്തെങ്കിലും പറ്റിപ്പോയാലും ഞങ്ങൾക്കെന്തെങ്കിലും വന്നുപോയാലും ആദ്യം സങ്കടപ്പെടേണ്ടത് നമ്മൾ 3 പേര് മാത്രമാണ്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. അച്ഛനെ എല്ലാരും എന്തിനാ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയത്? തൊട്ടടുത്ത് എൻ്റെ അച്ഛനുണ്ടായിട്ടും എനിക്കെൻ്റെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. ഇവിടെ വന്നിരിക്കുകയാണോ? എന്റെ സത്യമോളെ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഞാൻ അച്ഛനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു അമ്മേ. എന്റെ അടുത്തുണ്ടായിട്ടും അച്ഛാന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ അമ്മേ. അങ്ങനെയൊന്ന് വിളിക്കാൻ എനിക്ക് എത്ര കൊതിയുണ്ടായിരുന്നെന്നോ. മോളെ, നീ ഈ അമ്മയോട് ക്ഷമിക്ക്. അമ്മയുടെ സ്വാർത്ഥതയെ എല്ലാത്തിനും കാരണം. മറ്റുള്ളവരുടെ വേദന കാണാതിരിക്കാനായി അമ്മ ശ്രമിച്ചപ്പോ അമ്മയുടെ മോളുടെ വേദന അമ്മ കണ്ടില്ല. അമ്മയോട് മോൾ ക്ഷമിക്കണം. എങ്കി അമ്മ പറ, എന്തിനായിരുന്നു
ഇപ്പൊ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? അതാരായിരുന്നു അമ്മേ? പറ അമ്മേ, അതാരായിരുന്നു? മോളുടെ അമ്മ തന്നെയായിരുന്നു. അമ്മയോ? മോളുടെ അമ്മ കെട്ടിയ അച്ഛൻ വേഷം. അമ്മ എങ്ങനെയാ? ഞാൻ അക്ഷയ്, സത്യഭാമയുടെ ഗാർഡിയനാണ്. മോൾക്ക് വേണ്ടി മോളുടെ സങ്കടം മാറ്റാൻ അച്ഛൻ വേഷം വരെ കെട്ടാൻ അമ്മ തയ്യാറായിരുന്നു. അപ്പൊ അമ്മ പറയുന്നത് മോള് കേൾക്കണം. ദേ, ഈ വിവരം നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. ഇല്ലമ്മേ, ഞാൻ ആരോടും പറയില്ല. എന്റെ അച്ഛന് ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല അമ്മേ. ചേച്ചിയമ്മേ, ഇവൾക്ക് ഒരേ നിർബന്ധം അമ്മയെ കാണണമെന്ന്. വല്ലാതെ കരഞ്ഞപ്പോ അച്ഛനാ പറഞ്ഞേ ഇവിടെ കൊണ്ടാക്കാൻ. അല്ല, മോളെന്തേ കിടന്നോ? കിടന്നു ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങട്ടെ, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. അല്ല മോനെ, ഇത്രയും പെട്ടെന്ന് എന്തായാലും വന്നതല്ലേ വിഷ്ണുട്ടാ, ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോ. ശാരദാമ്മ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. മോള് അടുക്കളയിലേക്ക് ചെല്ല്. വെള്ളം ദേ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ടേ. ശാരദാമ്മ ഇപ്പം അങ്ങോട്ട് വരാം. ശരി. ശ്യാമയെ ഒരുവിധം സമാധാനിപ്പിച്ചത്. അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. മോനെ, രോഹിത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അവൻ്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ടാ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജീവിതം എങ്ങനെ നശിപ്പിക്കണമെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ഇനിയിപ്പം മനസ്സിലാക്കി വരുമ്പോഴേക്കും ജീവിതം നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ പറയുന്നൊന്നും രോഹിത്തിന് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. അല്ല, ഇപ്പം എന്താ പറയാ? എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പൊ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ തെറ്റിദ്ധാരണകളും മാറി നിങ്ങൾ ഒന്നിച്ചു. കുട്ടികൾ ഇപ്പതേ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇനിയെങ്കിലും ഒരു കുടുംബമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് എത്തിക്കൂടെ? എത്ര നാളിങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ മാറി നിന്ന് ജീവിതം കഴിച്ചുകൂട്ടും? അല്ലെങ്കിൽ തന്നെ ഇതെന്ത് ജീവിതമാ? ഇതിനൊരു അവസാനം വേണ്ടേ മക്കളെ? ദേ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ അകന്നിരിക്കാൻ പാടില്ല. ജീവിതം ഒന്നേ ഉള്ളൂ മക്കളെ. അത് സർവേശ്വരൻ കനിഞ്ഞു നൽകിയ വരദാനമാ. അത് വെറുതെ നശിപ്പിച്ച് കളയരുത്.
ഇന്ന് തന്നെ ഇതിലൊരു തീരുമാനത്തിലെത്തിയേ പറ്റൂ. പറഞ്ഞില്ലെന്ന് വേണ്ട. വിഷ്ണു അത് കഴിഞ്ഞ് ഇവിടുന്ന് പോയാ മതി. ശാരദാമ്മ എന്ന് വരുമോ? ആ ദേ വരുന്നു മോളെ. നിങ്ങൾ തീരുമാനിക്കേ. നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. വിഷ്ണുട്ട, ഇത് അമ്മ പറഞ്ഞത് കേട്ടല്ലോ. വിഷ്ണുട്ട, എന്താ വിഷ്ണുട്ടന്റെ തീരുമാനം? എടോ തനിക്കറിഞ്ഞൂടെ? എടോ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ. എന്റെ വീടും വീട്ടുകാരൊക്കെ കടന്നു പോകുന്നേ. എന്തു ചെയ്യണം, എങ്ങനെ ഈ വന്നിരിക്കുന്ന പ്രതിസന്ധി തരണം ചെയ്യണം, എടോ ഒന്നും അറിയില്ല. ഈ സമയത്ത് ഇങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ തമ്മിൽ ഒന്നായി എന്നുള്ളൊരു വാക്ക് അമ്മയുടെ കാതിലെത്തിയ അമ്മയ്ക്ക് എന്താ സംഭവിക്കാന്ന് പോലും എനിക്കറിഞ്ഞൂടാ.